നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനെതിരായ യുദ്ധത്തിൽ നിർണായക വിജയം കൈവരിച്ചെന്നും ഇനി ബ്രിട്ടന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്നും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ ചൊടിപ്പിച്ചത് യുദ്ധത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാതിരുന്ന സ്റ്റാമറിന്റെ നടപടി. യു.എസ്. നടപടികൾ പങ്കാളികളാകാതെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ബ്രിട്ടൻ സജീവമാണ് എന്ന് കെയർ സ്റ്റാമർ. ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെ കെയർ സ്റ്റാമർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രതിപക്ഷം. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട് വിമാനത്താവളത്തിലെത്തിച്ചു. നീക്കം ഇറാനെതിരായ ആക്രമണം ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓരോ വിമാനത്തിനും 40,000 പൗണ്ട് വരെ ഭാരമുള്ള ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ. ഇറാനെതിരായ സൈനിക നടപടികൾക്ക് അനുമതി നൽകിയതായി വൈറ്റ് ഹൌസ്. മധ്യപൂർവ്വ ഏഷ്യ 9ാം നാളിലും സംഘർഷഭരിതം. ഇറാനുമായി ചർച്ചയ്ക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്. ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചത് IRGCയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രം. ഇറാൻ ആക്രമണത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ അധികൃതർ. സംഘർഷത്തിനിടെ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. അമേരിക്കൻ സൈനികരെ പിടികൂടി എന്ന അവകാശവാദവുമായി ഇറാൻ. നോർവേ തലസ്ഥാനമായ ഓസോയിലെ അമേരിക്കൻ എംബസിക്ക് സമീപം ശക്തമായ സ്ഫോടനമുണ്ടായത് എംബസിയിലെ കോൺസുലർ വിഭാഗത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനമുണ്ടാക്കാൻ സാധ്യത. പടിഞ്ഞാറൻ അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. മുംബൈ, ഡൽഹി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാകുന്നത് അവരുടെ രാഷ്ട്രീയ വിവാദങ്ങൾ വഴിതിരിച്ചു വിടാനാണ് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുകയാണ് എങ്കിലും രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവ് തൽക്കാലം ആലോചനയിലില്ല എന്ന് കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്നും LNG വാങ്ങാൻ സർക്കാർ നീക്കം. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിക്കുന്ന തീരുമാനം 2 ദിവസത്തിനകം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച UDFന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികളെ പരിഹസിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. 600 രൂപ പെൻഷൻ നൽകാൻ കഴിയാത്തവരാണ് 3000 കൊടുക്കാമെന്ന് പറയുന്നതെന്ന് ധനമന്ത്രി. UDFന്റെ പ്രഖ്യാപനം നടപ്പാകുന്നത് അല്ല എന്ന് ജനങ്ങൾക്കറിയാമെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമെന്ന് ഇനി സതീശനും UDFും പറയരുതെന്നും KN ബാലഗോപാൽ. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകിയത് LDF സർക്കാരാണെന്നും ധനമന്ത്രി. T20 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ഇന്ന് കലാശക്കൊട്ട്. കിരീട പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും ന്യൂസിലാൻഡും ഇന്ന് നേർക്കുനേർ. മത്സരം വൈകിട്ട് 7 മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഇന്ത്യ ലക്ഷ്യമിടുന്നത് 3ാം ലോക കിരീടം. എല്ലാം പ്രതീക്ഷയും സഞ്ജു സാംസണിൽ. വാർത്തകൾ വിശദമായി. ഇറാനെതിരായ യുദ്ധത്തിൽ നിർണായക വിജയം കൈവരിച്ചെന്നും ഇനി ബ്രിട്ടന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിഡിൽ ഈസ്റ്റിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ അയക്കാൻ ബ്രിട്ടൻ ആലോചിക്കുന്ന വാർത്തകളോട് പ്രതികരിക്കവെയാണ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറെ രൂക്ഷമായി പരിഹസിച്ചത്. ഒരിക്കൽ നമ്മുടെ വലിയ സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടൻ ഒടുവിൽ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല മിസ്റ്റർ സ്റ്റാമർ, എങ്കിലും ഒന്ന് ഓർക്കുക, യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന് ചേരുന്നവരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാതിരുന്ന സ്റ്റാമറുടെ നടപടിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ബ്രിട്ടൻ വിൻസ്റ്റൺ ചർച്ചിന്റെ കാലത്തെ പോലെ അല്ല എന്നും സ്റ്റാമർ ബന്ധങ്ങൾ വഷളാക്കുകയാണ് എന്നും ട്രംപ് നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. നിലവിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ സജ്ജമാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം. അതേസമയം US നടപടികൾ പങ്കാളികളാകാതെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ബ്രിട്ടൻ സജീവമാണ് എന്ന് കെയർ സ്റ്റാമർ പാർലമെന്റിൽ വ്യക്തമാക്കി. ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നും അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ ബ്രിട്ടീഷ് ജെറ്റുകൾ ഇറാൻ മിസൈലുകൾ വെടിവെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ വാക്കുകളെ തൂക്കി നോക്കുന്നതല്ല യഥാർത്ഥ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നും സ്റ്റാമർ തിരിച്ചടിച്ചു. എന്നാൽ അമേരിക്കയുമായുള്ള സുരക്ഷാ ബന്ധത്തിൽ വിള്ളൽ വീണത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ വീഴ്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട് വിമാനത്താവളത്തിൽ എത്തിച്ചതായുള്ള റിപ്പോർട്ട്. ഇറാനെതിരായ ആക്രമണം ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. ഓരോ വിമാനത്തിനും ഏകദേശം 40,000 പൗണ്ട് വരെ ഭാരം വഹിക്കാനാകുന്ന ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ.
വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിന് ശേഷം ഇറാനെതിരായ സൈനിക നടപടികൾ അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല എങ്കിലും കൂടുതൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. US സൈനിക നീക്കങ്ങൾക്കൊപ്പം എന്ന പോലെ ബ്രിട്ടനും യൂറോപ്യൻ സഖ്യങ്ങളും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാൻ നഗരത്തിൽ സ്ഫോടനങ്ങൾ നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കൻ നടപടികളിലെ ചില രാഷ്ട്രീയ നേതാക്കളും വിദഗ്ധരും വിമർശിച്ചു. ബ്രിട്ടനിലെ ഈ വിഷയത്തിൽ സർക്കാരിനോട് വ്യക്തത ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന് നേരിട്ട് പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടർക്കിഷ് അധോലോക സംഘങ്ങളുടെ കുടിപ്പകയിൽ ജീവിതം ദുരിതത്തിലായത് 9 വയസ്സ് മാത്രമുള്ള ഒരു പാവം മലയാളി പെൺകുട്ടിക്ക്. ലണ്ടൻ ഡാൻസണിലെ റെസ്റ്റോറന്റിൽ നടന്ന വെടിവെപ്പിലായിരുന്നു ഉന്നം തെറ്റിയ വെടിയുണ്ടയേറ്റ് ഈ കുരുന്നിന് സാധാരണ ജീവിതം നഷ്ടമായത്. വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മോട്ടോർ ബൈക്കിലെത്തിയ അക്രമി റെസ്റ്റോറന്റിൽ ഇരിക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുന്നതും ഭയചകിതരായി ആളുകൾ ജീവൻ രക്ഷിക്കാനായി മേശകൾക്കിടയിലും മറ്റും ഒളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വെടി ഉതിർത്തതിനു ശേഷം അക്രമി മോഷ്ടിച്ച ഡുക്കാറ്റി മോൺസ്റ്റർ മോട്ടോർ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. സ്വന്തം കുടുംബത്തിനൊപ്പം ഐസ്ക്രീം കഴിക്കാൻ റെസ്റ്റോറന്റിൽ വന്ന പെൺകുട്ടിയുടെ ശിരസിലേക്കായിരുന്നു കുടിപ്പകയുടെ വെടിയുണ്ടകൾ ഒന്ന് വഴിതെറ്റി കയറിയത്. ബിർമിംഗ്ഹാമിൽ താമസിക്കുന്ന മലയാളി കുടുംബം ലണ്ടൻ സന്ദർശിക്കാൻ എത്തുമ്പോഴായിരുന്നു ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ ദുരന്തം നടന്നത്. വെടിയേറ്റ് കുഞ്ഞിന്റെ മസ്തകത്തിൽ തകരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കൻ ലണ്ടനിലെ 2 ടർക്കിഷ് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയായിരുന്നു ആസൂത്രിതമായി നടത്തിയ ഈ ആക്രമണം എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. 6 വെടിയുണ്ടകളായിരുന്നു അക്രമി സംഘം തന്റെ എതിരാളികൾക്ക് നേരെ ഉതിർത്തത്. അതിലൊന്ന് ഉന്നം തെറ്റി കുരുന്നിന്റെ ശിരസിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അക്രമിയെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. അക്രമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് 15,000 പൗണ്ടിന്റെ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രതീക്ഷകളെ അപ്പാടെ തകർത്ത് കളഞ്ഞ ഈ ആകസ്മിക ദുരന്തത്തെക്കുറിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ITVയോട് സംസാരിച്ചിരുന്നു. തങ്ങളുടെ ജീവിതം താറുമാറായെന്നും അതിനി ഒരിക്കലും പഴയ നിലയിലാകാൻ കഴിയില്ല എന്നുമായിരുന്നു കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത്. UK-യിൽ ഈസ്റ്റർ കാലത്ത് 2 പ്രധാന നഗരങ്ങൾക്കിടയിലെ റെയിൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന് മുന്നറിയിപ്പ്. നേരത്തെ പദ്ധതിയിട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത തടസ്സം നേരിടുന്നത്. ദുഃഖവെള്ളിയാഴ്ച ദിനമായ ഏപ്രിൽ 3-നും ഏപ്രിൽ 8-നും ബുധനാഴ്ചയ്ക്കും ഇടയിൽ ലണ്ടൻ യൂണിസ്റ്റിനും മിൽട്ടൺ കീൻസിനും ഇടയിൽ ഇന്റർസിറ്റി റെയിൽ സർവീസുകളായിരിക്കും എഞ്ചിനീയറിംഗ് വർക്കിൽ നടക്കുന്നതിനാൽ പൂർണ്ണമായും തടസ്സപ്പെടുക. ഏപ്രിൽ 9 മുതൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകും. അതായത് 6 ദിവസങ്ങൾ ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന് അർത്ഥം. വെസ്റ്റ് കോസ്റ്റ് മെയിൽ ലെയിനിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള 400 മില്യൺ പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും അധികം യാത്രാ ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും ഉപയോഗിക്കുന്ന റൂട്ടാണ് ഇത്. പണമൂറ്റാൻ മാർഗമെന്ന് പൊതുവെ വിമർശിക്കപ്പെടുന്ന പുതിയ കാർ പാർക്കിംഗ് ടാക്സ് നിർദ്ദേശവുമായി മുന്നോട്ടു പോകാനാണ് ലേബർ പാർട്ടി ഭരിക്കുന്ന കാർഡിഫ് നഗരസഭയുടെ തീരുമാനം. ഈ പദ്ധതി അനുസരിച്ച് ഭാരം കൂടിയ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് പെർമിറ്റ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിക്കും. കൗൺസിലിന്റെ തന്നെ ഏകദേശം 1000-ഓളം കാറുകളും വാനുകളും ലോറികളും ഈ നിയമം നടപ്പിലാക്കുന്നതോടെ ഇരട്ടി പാർക്കിംഗ് പെർമിറ്റ് നൽകേണ്ടി വരുമെന്ന് ടാക്സ് പേയേഴ്സ് അലയൻസ് വിവരാവകാശ നിയമപ്രകാരം നേടിയെടുത്ത രേഖകളിൽ നിന്നും വ്യക്തമായി. ഇതു സംബന്ധിച്ച് നടത്തിയ കൺസൾട്ടേഷനിൽ പങ്കെടുത്തവരിൽ 3 പേരിൽ 2 പേരും ഈ നിർദ്ദേശത്തോട് യോജിക്കുന്നതായിരുന്നു എന്ന് കൗൺസിൽ അവകാശപ്പെടുന്നു. 3,62,400-ഓളം പേർ താമസിക്കുന്ന നഗരത്തിൽ നടത്തിയ കൺസൾട്ടേഷനിൽ 6,381 പേർ മാത്രമാണ് പ്രതികരിച്ചതെന്ന് മറ്റൊരു വസ്തുതയാണ്. അതായത് മൊത്തം ജനസംഖ്യ 1.76% പേർ മാത്രമാണ് കൺസൾട്ടേഷനിൽ പങ്കെടുത്തത്. ഈ പുതിയ നിയമം ബ്രിട്ടനിലെ മറ്റ് കൗൺസിലുകളിലും പിന്തുടർന്നേക്കുമെന്ന ഭയവും ശക്തമാകുന്നുണ്ട്. 2,400 കിലോയിലധികം ഭാരം വരുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് പെർമിറ്റ് ചാർജായിരിക്കും വർദ്ധിപ്പിക്കുക. മധ്യപൂർവ്വ ഏഷ്യ 9ാം നാളിലും സംഘർഷഭരിതം. ഇറാനുമായി ചർച്ചയ്ക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണം തുടരുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്. ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചു. IRGCയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടൻ ഒടുവിൽ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. യുദ്ധം വിജയിച്ചതിനു ശേഷം യുദ്ധങ്ങളിൽ ചേരുന്ന ആളുകളെ ആവശ്യമില്ല എന്നും ട്രൂത്ത് സോഷ്യൽ ട്രംപ് വ്യക്തമാക്കി.
അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ദുബായിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അൽബർഷയിലുണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം സൗദി പ്രതിരോധ സേന തകർത്തെറിഞ്ഞു. ബഹ്റൈനിലെ മനാമയിൽ ഒരു കെട്ടിടത്തിന് കേടുപാടുണ്ടായി. ഇറാൻ ആക്രമണത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ അധികൃതർ. ഒരു സർവകലാശാല കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചു. സംഘർഷത്തിനിടെ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. ലണ്ടൻ, പാരീസ്, മാഡ്രിഡ്, റോം, ഫ്രാങ്ക്ഫർട്ട്, ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തുമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. ഇറാനെതിരായ ആക്രമണം 2 ആഴ്ചയിലേക്ക് കടന്നിരിക്കെ അമേരിക്കൻ സൈനികരെ പിടികൂടി എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തി. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ലാരിജാനി. പിടികൂടിയ സൈനികരെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം US സെൻട്രൽ കമാൻഡർ ഈ അവകാശവാദം നിരാകരിച്ചു. ഇതുവരെയും ഒരു US സൈനികനെയും തടവിലാക്കിയിട്ടില്ല എന്നും അവരുടെ നുണകളിലൊന്നാണ് അതെന്നുമായിരുന്നു അവരുടെ നിലപാട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് തെറ്റിദ്ധാരണ പടർത്തുന്ന നിലപാടാണ് ട്രംപ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 500-ന് മുകളിലാണെന്നും ലാരിജാനി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. നോർവേ തലസ്ഥാനമായ ഓസ്ട്രേലിയയിലെ അമേരിക്കൻ എംബസിക്കു സമീപം ശക്തമായി സ്ഫോടനമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. എംബസിയിലെ കോൺസുലർ വിഭാഗത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടരുകയും കെട്ടിടത്തിന്റെ കവാടത്തിന് ചില കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. സംഭവത്തിന് പിന്നാലെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് പോലീസ് പ്രദേശം കർശന നിരീക്ഷണത്തിലാക്കി. കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സ്ഥലത്തില്ല എന്നും ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ കാരണത്തെക്കുറിച്ചോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചോ പോലീസ് ഇതുവരെയും ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. 1-ലധികം പേർക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടാകും എന്നാണ് പ്രാഥമിക നിഗമനം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 122.28 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.15 യൂറോ, 1 US ഡോളർ 91.94 ഇന്ത്യൻ രൂപ, 1 യൂറോ 106.86 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.34 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 67.79 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും പടിഞ്ഞാറൻ അതിർത്തിയിൽ ജാഗ്രത പാലിക്കണമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. മുംബൈ, ഡൽഹി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനുമായി സംഘർഷം നടക്കുന്നതിനാൽ നിരവധി ആഭ്യന്തര വെല്ലുവിളികൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രകോപനം സൃഷ്ടിക്കാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തിവിടാൻ പാക് സൈന്യവും ISIയും ശ്രമിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ വഴിതിരിച്ചു വിടാനാണ് പാക് അധികൃതർ ഇത്തരം നീക്കം നടത്തുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികളോട് നിരീക്ഷണവും വിവരണ ശേഖരവും ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ തീവ്രവാദ വിരുദ്ധ സേന പരിശോധന ശക്തമാക്കി. ചില സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലും പരിശോധന നടന്നു. ചിലരെ കസ്റ്റഡിയിലെടുത്തു. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുകയാണ് എങ്കിലും രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില വർധനവ് തൽക്കാലം ആലോചിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്നും LNG വാങ്ങാൻ നീക്കം നടത്തുന്ന സർക്കാർ സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിൽ കാർഗോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇതിനിടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിക്കുന്നതിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. പാചകവാതക വില ഉയർന്നു. പിന്നാലെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് തൽക്കാലം നീക്കമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരുന്നതിൽ തൽക്കാലം ആലോചനയില്ല. 8 ആഴ്ചയോളം ഇന്ധനം കരുതൽ ശേഖരമായി ഉണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് മംഗളൂരു, പാതൂർ, വിശാഖപട്ടണം എന്നിവിടങ്ങളിലായി 25 കോടി ബാരൽ ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കരുതലായി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്
ക്രൂഡ് ഓയിലിന് പുറമെ ദ്രവീകൃത പാചകവാതകം റഷ്യയിൽ നിന്നും കൊണ്ടുവരാനും ഇന്ത്യ തയ്യാറാണ്. ഇക്കാര്യത്തിൽ റഷ്യയുടെ നിലപാടിനായി കാക്കുകയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇറക്കുമതിയേക്കാൾ 20% അധിക ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശീയ താൽപര്യം മുൻനിർത്തി ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങും എന്നതാണ് നയമെന്നും സർക്കാർ ആവർത്തിക്കുന്നു. ഇതിനിടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി നൽകാൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിക്കുന്നതിൽ 2 ദിവസത്തിനുള്ളിൽ കേന്ദ്രം തീരുമാനം എടുക്കും. കുട്ടികളിൽ പ്രായപരിധി അനുസരിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്രം. ഇതിന്റെ ഭാഗമായി പുതിയ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരും. 8 മുതൽ 18 വരെ പ്രായപരിധിയുള്ളവരുടെ ഉപയോഗം നിയന്ത്രിക്കാനാണ് തീരുമാനം. സോഷ്യൽ മീഡിയ ഉപയോഗം ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വലുതാണ് എന്നും കേന്ദ്ര IT മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിരോധിക്കുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൽ സൂക്ഷ്മവും ഘട്ടം ഘട്ടവുമായ സമീപനമാണ് പരിഗണിക്കുന്നതെന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിലെ മൺസൂൺ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്യാബിനറ്റിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി പരിപൂർണമായ മേൽനോട്ടത്തിലാണ് ISR നടക്കുന്നത് എന്നും എല്ലാം സുതാര്യമാണ് എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ലോകത്തിന് തന്നെ മാതൃകയാവും. ഉദ്യോഗസ്ഥർക്ക് വിപുലമായ പരിശീലനവും ഒരുക്കങ്ങളും നടക്കുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വിപുലമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിലേത്. ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് പറവൂർ മണ്ഡലത്തിലാണ് എന്നത് ചരിത്രവുമുണ്ട്. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച UDFന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികളെ പരിഹസിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. 600 രൂപ പെൻഷൻ നൽകാൻ കഴിയാത്തവരാണ് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നത്. UDF ഭരണകാലത്ത് 600 രൂപയുടെ പെൻഷൻ 18 മാസം കുടിശ്ശികയായിരുന്നു. UDFന്റെ പ്രഖ്യാപനം നടപ്പാകുന്നത് അല്ല എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമെന്ന് ഇനിയും സതീശനും UDFും പറയരുത്. ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നുവെന്ന് പറയുന്നവരാണ് 3000 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞത്. KSRTCയിൽ സൗജന്യ യാത്ര വലിയ പ്രഖ്യാപനമല്ല. കട്ടപ്പുറത്തായ വണ്ടികൾ ഓടിത്തുടങ്ങിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകിയത് LDF സർക്കാരാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയിൽ വലിയ പ്രതീക്ഷയിലാണ് UDF. അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഗ്യാരണ്ടികൾ തീരുമാനമെടുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കേരളം പിടിക്കാൻ 5 ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 ആക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ അടക്കമുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയാണ് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. BJPയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുന്നേ പാലക്കാട് പ്രചരണം തുടങ്ങി ശോഭാ സുരേന്ദ്രൻ. മണ്ഡലത്തിൽ ചുവരെഴുത്ത് ഉദ്ഘാടനം ചെയ്തും പാർട്ടി നേതാക്കളെ കണ്ടും ശോഭ സജീവമായി. അതേസമയം ശോഭയുടെ പരിപാടിയിൽ നിന്നും ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ തുടക്കത്തിൽ വിട്ടുനിന്നത് കല്ലുകടിയായി. പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പ്രശാന്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രമായ മൂത്താൻതറയിലെ കണ്ണകിയമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയത്. ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് താമസമെങ്കിലും BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ചുവരെഴുത്ത് ഉദ്ഘാടനത്തിന് പ്രശാന്ത് എത്തിയില്ല എന്നത് അഭ്യൂഹം പറഞ്ഞു. ചുവരെഴുത്തിനായി ശോഭയും മുതിർന്ന നേതാക്കളും എത്തിയിട്ട് പ്രശാന്ത് വന്നില്ല. പിണങ്ങി നിന്ന പ്രശാന്തിനെ പിന്നീട് നേതാക്കൾ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് ശോഭ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പ്രശാന്ത് മാറി നിന്നു. എന്നാൽ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്നും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജില്ലാ അധ്യക്ഷൻ മകനെ പോലെയാണ്. പ്രശാന്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ പ്രശാന്തിനെ 2 ഷാൾ ഇട്ട് സ്വീകരിക്കുമെന്നും ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുമില്ല എന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. 2026 T20 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ഇന്ന് കലാശക്കൊട്ട്. കിരീട പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും ന്യൂസിലാൻഡും നേർക്കുനേറെത്തും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 1 ലക്ഷത്തിലധികം ആരാധകരെ സാക്ഷിയാകുന്ന കലാശ പോരാട്ടം തീപാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യ തങ്ങളുടെ 3ാം കിരീടവും തുടർച്ചയായ 2ാം കിരീടവുമാണ് ലക്ഷ്യമിടുന്നത്. 2007ലും 2024ലും കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യയായിരുന്നു ലോക ചാമ്പ്യന്മാരായത്. ന്യൂസിലാൻഡ് 2019 ശേഷം ഇത് 4ാം തവണയാണ് ICC ഫൈനലിൽ എത്തുന്നത്.
ഈ ടൂർണമെന്റിൽ 15-ൽ 14 മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. അതേസമയം ഇതുവരെയും ഒരു ആതിഥേയ രാജ്യവും T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടില്ല എന്ന ശാപം തിരുത്താനാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനെതിരായ യുദ്ധത്തിൽ നിർണായക വിജയം കൈവരിച്ചെന്നും ഇനി ബ്രിട്ടന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ ചൊടിപ്പിച്ചത് യുദ്ധത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാതിരുന്ന സ്റ്റാമറിന്റെ നടപടി. US നടപടികൾ പങ്കാളികളാകാതെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ സജീവമാണ് എന്ന് കെയർ സ്റ്റാമർ. ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെ കെയർ സ്റ്റാമർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രതിപക്ഷം. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട് വിമാനത്താവളത്തിലെത്തിച്ചു. നീക്കം ഇറാനെതിരായ ആക്രമണം ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓരോ വിമാനത്തിനും 40,000 പൗണ്ട് വരെ ഭാരമുള്ള ആയുധങ്ങൾ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ. ഇറാനെതിരായ സൈനിക നടപടികൾക്ക് അനുമതി നൽകിയതായി വൈറ്റ് ഹൌസ്. മധ്യപൂർവ്വ ഏഷ്യ 9ാം നാളിലും സംഘർഷഭരിതം. ഇറാനുമായി ചർച്ചയ്ക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്. ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചത് IRGCയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രം. ഇറാൻ ആക്രമണത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ അധികൃതർ. സംഘർഷത്തിനിടെ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. അമേരിക്കൻ സൈനികരെ പിടികൂടിയെന്ന അവകാശവാദവുമായി ഇറാൻ. നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലെ അമേരിക്കൻ എംബസിക്ക് സമീപം ശക്തമായ സ്ഫോടനമുണ്ടായത് എംബസിയിലെ കോൺസുലർ വിഭാഗത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനമുണ്ടാക്കാൻ സാധ്യത. പടിഞ്ഞാറൻ അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. മുംബൈ, ഡൽഹി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാകുന്നത് അവരുടെ രാഷ്ട്രീയ വിവാദങ്ങൾ വഴിതിരിച്ചു വിടാനാണ് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുകയാണ് എങ്കിലും രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവ് തൽക്കാലം ആലോചനയിലില്ല എന്ന് കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്നും LNG വാങ്ങാൻ സർക്കാർ നീക്കം. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിക്കുന്ന തീരുമാനം 2 ദിവസത്തിനകം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച UDFന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികളെ പരിഹസിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. 600 രൂപ പെൻഷൻ നൽകാൻ കഴിയാത്തവരാണ് 3000 കൊടുക്കാമെന്ന് പറയുന്നതെന്ന് ധനമന്ത്രി. UDFന്റെ പ്രഖ്യാപനം നടപ്പാകുന്നത് അല്ല എന്ന് ജനങ്ങൾക്കറിയാമെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമെന്ന് ഇനി സതീശനും UDFും പറയരുതെന്നും KN ബാലഗോപാൽ. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകിയത് LDF സർക്കാരാണെന്നും ധനമന്ത്രി. T20 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ഇന്ന് കലാശക്കൊട്ട്. കിരീട പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും ന്യൂസിലാൻഡും ഇന്ന് നേർക്കുനേർ. മത്സരം വൈകിട്ട് 7 മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഇന്ത്യ ലക്ഷ്യമിടുന്നത് 3ാം ലോക കിരീടം. എല്ലാം പ്രതീക്ഷയും സഞ്ജു സാംസണിൽ. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.